ഞാൻ വേണു പറമ്പത്ത് ഉജ്ജയിനി കൊയിലാണ്ടി എന്ന യൂട്യൂബ് ചാനൽ ഉടമ. ഞാനിപ്പോൾ ഇരിക്കുന്നത് വലിയ ഒരു കണിക്കൊന്ന മരത്തിന് ചുവട്ടിലാണ്. നമ്മുടെ ഒരു വിഷു ഇപ്പോൾ അടുത്ത് കടന്നു പോയല്ലോ. കണിക്കൊന്നയും വിഷുവുമായിട്ടുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ വിഷു, ഓണം എന്നൊക്കെ പറഞ്ഞ ആഘോഷങ്ങൾ മൊത്തത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ആഘോഷങ്ങളാണ്. മാത്രമല്ല അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു ശാസ്ത്രീയ വികസന സങ്കല്പം രൂപപ്പെടണമെങ്കിൽ അത് നമ്മുടെ ഭൂമിശാസ്ത്രവുമായി അത് വളരെയധികം കണക്ഷനുണ്ട്. അപ്പോൾ ഇത്തരം ജനങ്ങൾ നമുക്ക് ശാസ്ത്രീയ ചിന്തകൾ വളർത്തിയെടുക്കാൻ പറ്റിയ ജനങ്ങളാണ്. അങ്ങനെ ഞാൻ വിഷുവെപ്പറ്റിയും ഓണത്തെപ്പറ്റിയും ചിന്തിച്ചു. അങ്ങനെ ഓണം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ പരിപാടി മുറ്റത്തെ പൂക്കളമിടലാണല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഈ പൂക്കളം കംപ്ലീറ്റ് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പൂക്കൾ കൊണ്ടാണ് നമ്മൾ പൂക്കളം ഇടുന്നത്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കുന്നുകളും മലകളും താണ്ടി ഞങ്ങൾ പൂപ്പറിച്ചു കൊണ്ടുവന്ന് പൂട്ടാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുമില്ല. അതോടൊപ്പം തന്നെ എന്നാൽ കുട്ടികൾ അതിനൊന്നും തയ്യാറുമല്ല. അപ്പോൾ പിന്നെ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ട് പൂവിടുന്നു. പക്ഷേ നമ്മളെ വിഷുവുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ വിഷുവിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന് അതിൽ ഈ കണി കാണുന്ന കണിക്കൊന്ന വെക്കൽ, രണ്ടാമതായിട്ട് കണി വെള്ളരി വെക്കുക. ഈ രണ്ട് കാര്യവും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ ശാസ്ത്ര സമ്പദ് സൃഷ്ടിയിൽ അവ ഉൽപ്പാദിക്കപ്പെട്ട് കിട്ടുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ടെച്ചാൽ നമ്മളെ ഈ സന്ദർഭത്തിലെ നമ്മുടെ അയ്യപ്പ പണിക്കരുടെ പ്രവചനം ശരിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയ്യപ്പ പണിക്കർ ഒരു കവിത ചൊല്ലി, അതായത് പൂക്കാതിരിക്കാനാവതില്ലല്ലോ കണിക്കൊന്നയിലയൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവചനം എല്ലാ ഈ വിഷുക്കാലമായും കണിക്കൊന്ന പൂത്തുലയും. അത് മാത്രമല്ല പൂത്തുലയും. അപ്പം അത് നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കണിക്കൊന്ന പൂത്തുലയുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ജയകുമാറും നമ്മൾ വടക്കം വീരഗാഥയിൽ പാട്ട് പാടിയിട്ടുണ്ട്. അതായത് നമ്മളെ ചന്തുവിനെ വിവരിച്ചാണ്, പുരുഷ സൗന്ദര്യത്തെ ഉപമിച്ചാണ് കണിക്കൊന്ന പൂത്തുലഞ്ഞ പോലെ. ആലോചിക്കുമ്പോൾ അത് വിടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ ചന്തുവും മമ്മൂട്ടിയെ കടന്നു വരും. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറെ വിഷയമാണ്. അതായത് നമ്മുടെ നാട്ടിൽ, അതായത് ഈ ഓർത്തഡോക്സ് മലബാറിക്കോസ് എന്നൊരു ഗ്രന്ഥം ഏകദേശം ഒരു 5 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ഉണ്ടായ ഗ്രന്ഥമാണ്. അപ്പോൾ അടുത്താണ് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ കേരളത്തിലെ എല്ലാ ജൈവ വൈവിധ്യ ചെടികളെ പറ്റിയുള്ള വിവരണമുണ്ട്, ഔഷധങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളെ കേരളത്തിൻ്റെ എക്സ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളും രണ്ടാമതായിട്ടുള്ള ആയുർവേദ മരുന്നുകളുമാണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ പിന്നെയാണ് അതിന് തൊട്ട് മുമ്പ് നമ്മളെ ഇതുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ട് കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ബുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ ബുക്കിൻ്റെ ഓർത്തഡോക്സ് മലബാറിക്കോസ് ദിനം എന്ന് പറഞ്ഞിട്ട് ദിനം ഉജ്ജയിനി കൊണ്ടാടാൻ തിരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ നോട്ടീസ് ഒന്ന് വായിക്കുകയാണ്. ഈ വരുന്ന 28-ാം തീയതി തിങ്കളാഴ്ച ഉജ്ജയിനി സംസ്കാര കേന്ദ്രം കൊയിലാണ്ടിയിൽ വ്യത്യസ്തമായ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. പണ്ട് അതായത് 5 നൂറ്റാണ്ടുകൾ മുമ്പ് കേരളത്തിലെ സ്വന്തം വമിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ആകൃഷ്ടമായ യൂറോപ്പുകാരിൽ ആദ്യമായി വാസ്കോഡ ഗാമ ഇവിടെ കപ്പലിറങ്ങുകയായിരുന്നല്ലോ. അതിനുശേഷം ഡച്ചുകാർ ഇവിടെ ഒരു കോളനി സ്ഥാപിക്കുകയും ഹെൻറി ആൻഡിയർ എന്ന ഡച്ച് ഗവർണർ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന് ജൈവവൈദ്യം കണ്ട് അത്ഭുതപ്പെട്ട ഗവർണർക്ക് ഇതൊക്കെ രേഖപ്പെടുത്തണമെന്ന് തോന്നുകയും ഇവിടെ ഉണ്ടായിരുന്ന 8 എച്ച് വൈദ്യരെയും സംഘത്തെയും അതിനായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഓർത്തഡോക്സ് മലബാറിക്കോസ് എന്ന ലാറ്റിൻ ഭാഷയിലെ ബൃഹത് ഗ്രന്ഥം അങ്ങനെയാണ് രൂപപ്പെട്ടത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിനൊരു ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായത്. ലാറ്റിൻ ഭാഷയിലുള്ള അറിവും അതോടൊപ്പം കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവും ഉള്ളവർ ഇല്ലാത്തതായിരുന്നു അതിന് കാരണം. ഈ അടുത്ത കാലത്ത് ചേത്തലക്കാരനായ ഡോക്ടർ മണിലാൽ ലാറ്റിൻ ഭാഷ പഠിച്ച് സസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഈ ദൗത്യം ജീവിത ലക്ഷ്യമായി കണ്ട് ഇംഗ്ലീഷ് പരിഭാഷ ഏകദേശം 15 വർഷം മുമ്പും മലയാള പരിഭാഷ ഈ അടുത്ത കാലത്ത് നടത്തുകയും കേരള യൂണിവേഴ്സിറ്റി ഈ ബൃഹത് ഗ്രന്ഥം അച്ചടിക്കുകയും ചെയ്തു. ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ള 659 സസ്യങ്ങൾ 554 അവശിഷ്ടങ്ങളാണ്. അതിൽ 139 ഇനം ഓർത്തഡോക്സ് മലബാറിക്കോസ് മാത്രം രേഖപ്പെടുത്തിയതാണ്. കൂടാതെ 2750 ചികിത്സാവിധികൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഗുണങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഈ ഗ്രന്ഥത്തിന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ മാത്രമല്ല പൊതുസമൂഹം വലിയ പ്രാധാന്യം കൊടുത്തേ കാണുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഉജ്ജയിനി സംസ്കാര കേന്ദ്രം ഇതിൻ്റെ പ്രചരണത്തിനായി ഒരു പരിപാടി നടത്തുന്നത്. കൊയിലാണ്ടിലെ കൃഷി ഓഫീസിലെ കീഴിലുള്ള ഗ്രൂപ്പ് ഫാമിംഗുകാരും കൊയിലാണ്ടി കൊല്ലത്ത് SNDP കോളേജ് വിദ്യാർത്ഥികളുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഊർജ്ജസ്വലത കർഷകരിലേക്ക് വിസ്തരിപ്പിക്കാനും കർഷകരുടെ അറിവുകൾ വിദ്യാർത്ഥികളിലേക്ക് പറഞ്ഞു നൽകാൻ വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. 28/4/2025 രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ ഈ ഗ്രന്ഥത്തെപ്പറ്റി 13 വർഷം മുമ്പ് കൊയിലാണ്ടിൽ നിന്നും ഇറങ്ങിയ തുടി എന്ന മാഗസിനിൽ ലേഖനമെഴുതിയ മൂന്നൻ പരിവട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും ആ മാഗസിൻ്റെ എഡിറ്ററായ ശിവരാമൻ കൊണ്ടംപള്ളി യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതും SNDP കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സുജേഷ്, അഗ്രികൾച്ചർ ഓഫീസർ സംസിത എന്നിവർ ആശംസ പ്രസംഗം നടത്തുന്നതായിരിക്കും. സ്ഥലത്തെ കൗൺസിലർമാരായ ജിഷ പുതിയ, ചന്ദ്രിക എന്നിവരുടെ സാന്നിധ്യം പരിപാടിക്കുണ്ടായിരിക്കും.
കിഴങ്ങ് മുറി ചെടികളുടെയും ആയുർവേദ മരുന്നുകളായ ദശപുഷ്പ ചെടികൾ നടുന്ന ഒരു പരിപാടി ഇതോടൊപ്പം ഉണ്ടായിരിക്കും. അതിനുശേഷം കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു കൂട്ടനൃത്ത പരിപാടിയും ഉണ്ടായിരിക്കും. ഈ പരിപാടി സഹകരിക്കുവാൻ എല്ലാവരും നല്ലവരായ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. ഇത് വീണ്ടും ഗെയിം സംസ്കാരിക കേന്ദ്രം. ഇതാണ് പരിപാടി. അപ്പോൾ ഈ പരിപാടി അടുത്ത 28-ാം തീയതി നമ്മൾ നടത്തുന്ന പരിപാടിയാണ്. അത് കേരളത്തിൽ ആക്കുവാനുള്ള ആൾക്കാർക്ക് താല്പര്യമില്ല ആൾക്കാർക്ക് ഇതിൽ വന്ന് പങ്കെടുക്കാം. അങ്ങനെ ഈ ഹോർത്തക്കുസ് മലബാറിക്കുസ് എന്നത് അല്ലെങ്കിൽ കേരള ദൈവവൈദ്യം ഒന്ന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ മുമ്പ് അവതരിക്കുക അതിൽ നിന്നും കൂടുതൽ നമ്മൾ അത് ഈ ചെടികളിൽ നിന്നൊക്കെ കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന മാർഗ്ഗമായി കേരളക്കാർക്ക് മാറ്റാൻ കഴിയും. നമ്മുടെ ഈ IT സ്റ്റാർട്ടപ്പ് പോലെ തന്നെ ഇതിലും പുതിയ സ്റ്റാർട്ടപ്പുകൾ രൂപപ്പെട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നമ്മൾ നടത്തുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവിധ നാട്ടുകാരോടും നമ്മൾ അഭ്യർത്ഥിക്കുന്നു.